ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.ടി. അമീർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അറിയാലോ അല്ലേ, നിങ്ങളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നൽകുന്നത്. വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ, അധ്യാപകരിൽ നിന്ന്, PTA ഭാഗത്തു നിന്ന് എല്ലാ സൗകര്യങ്ങളും നൽകുന്നത്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത്, നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ തന്നെ നോക്കാൻ ഇപ്പോൾ 2-3 ദിവസം മുന്നേ പ്രിൻസിപ്പൾ വിളിക്കുകയാണ്. കുട്ടികളൊക്കെ പുറത്ത്, ആശ്രമമാഷം വിളിച്ച് സ്വീകരിച്ചു, 3 ആൾ വിളിച്ചു. കുട്ടികളൊക്കെ പുറത്താണ്. എന്താണ്, സിമെൻറ്റ് ബെഞ്ചുമേ സിമെൻറ്റ് ഉണ്ട്, പിന്നെ പൊടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് ടീച്ചർമാർ, അധ്യാപകർക്ക് ഇത് അടിച്ചു വരാനും പറയാനൊക്കെ പ്രയാസം. എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ എന്ത് ചെയ്യും, വീട്ടിൽ പോയി പറയും. വീട്ടിൽ പോയാൽ രക്ഷിതാക്കൾ എന്ന് പറയും, എൻ്റെ കുട്ടിനെ കൊണ്ട് അടിച്ചു വരിപ്പിച്ചു പോയി, അല്ലേ? നിങ്ങളങ്ങനെ പറയുമോ? അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുത്. അപ്പോൾ ആ രക്ഷിതാക്കളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടം എങ്ങനെയാണെന്ന് പറഞ്ഞോ അറിയോ? അന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ പഠിച്ചിരുന്നത് ഓല മേഞ്ഞ ഊടക്കെട്ട സ്കൂളുകളായിരുന്നു. ഓലൊക്കെ മേഞ്ഞ അത്രയും സൗകര്യമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടാണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കുറേ അധ്യാപകരായിട്ടുള്ളതും ഡോക്ടർമാർ, എഞ്ചിനീയർ ഒക്കെ ആയിട്ടുള്ളത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ GS ചടങ്ങിൽ അധ്യക്ഷയായി. വാർഡ് മെമ്പർ K. മുഹമ്മദ് അലി, PTA വൈസ് പ്രസിഡന്റ് സോമൻ, ഡോക്ടർ മധുസുന്ദരൻ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൗട്ട് മാസ്റ്റർ ഉസ്മാൻ M ക്യാമ്പ് വിശദീകരണം നടത്തി. സ്കൗട്ട് ലീഡർ മുഹമ്മദ് ഷബീബ്, മുഹമ്മദ് ഷാൻ PV, ഗൈഡ് ലീഡർമാരായ കുമാരി അമൃത, കുമാരി ഷഹന CH തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗൈഡ് ക്യാപ്റ്റൻ സീത KP ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. യോഗ ക്ലാസ്, ഫസ്റ്റ് എയ്ഡ് പരിശീലന ക്ലാസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫയർ ആൻഡ് റോഡ് സേഫ്റ്റി, ജോലി പരിശീലനം, സർഫ് സ്മാർട്ട് തുടങ്ങി വിവിധ പരിപാടികളും ക്ലാസുകളും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.